ആഡിങ് ആംഗിൾസ് എന്ന ലെസണാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് നോക്കാം. അതിൽ ആംഗിൾ എ ബി സി 100 ഡിഗ്രി തന്നിട്ടുണ്ട്, ആംഗിൾ ഡി ബി സി 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ എ ബി ഡി കാണാൻ 100 മൈനസ് 50 ഡിഗ്രി ഈക്വൽ ടു 50 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ എൽ എം ഒ തന്നിട്ടുണ്ട് 120 ഡിഗ്രി ആൻഡ് ആംഗിൾ എൻ എം ഒ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ എൽ എം എൻ കാണാൻ 120 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി 50 ഡിഗ്രി. ഇവിടെ നോക്കാം, ലൈൻ എ ബി വരച്ചിട്ടുണ്ട്. എ ബിയിലെ ഒരു പോയിന്റ് ആണ് സി. സി എന്ന് വേറൊരു ലൈൻ വരച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് സി ഡി. ഇവിടെ ആംഗിൾ ഡി സി ബി മാർക്ക് ചെയ്യുന്നുണ്ട് 60 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കുന്നത് ആംഗിൾ എ സി ഡി എത്രയെന്ന് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. സി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, സി ഇ വരച്ചു. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ലൈനിന്റെ ആ ലൈനിലെ ഒരു പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ച് അവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യണം. ആ രണ്ട് ആംഗിളും 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ഡിനോട്ട് ചെയ്യാൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മളിവിടെ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇവിടെയും ആംഗിൾ ഉണ്ട്, അതും 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? Angle ECB is 90 degree and angle DCB is 60 degree. അപ്പോൾ ആംഗിൾ ECD എന്ന് പറയുന്നത് ഈ 90 ഡിഗ്രിന്ന് ഈ ചെറിയ ആംഗിൾ 60 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 90 മൈനസ് 60, 90 ഡിഗ്രി മൈനസ് 60 ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്രയാ? പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ആംഗിൾ ഫോം ചെയ്യുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ സി ഡി. എ സി ഡി എന്ന് പറയുന്നത് ഇത്രയും വലിയ ആംഗിൾ എത്രയാ? ഇവിടെ 90, ഇവിടെ 30. അപ്പൊ 90 പ്ലസ് 30 ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പൊ ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ? 120 ഡിഗ്രി. നെക്സ്റ്റ് ഒരു ഫിഗർ തന്നിട്ട് ഒരു ലൈൻ വരച്ചു. ആ ലൈനിലെ ഒരു പോയിന്റിൽ നിന്ന് വേറെ ലൈൻ വരച്ചു. അപ്പൊ രണ്ട് ആംഗിൾ ഫോം ചെയ്യല്. ഈ ഒരു ആംഗിൾ 130 ഡിഗ്രിയാണ്. ഇത് എത്രയാണ് കണ്ടുപിടിക്കുന്നത്? അത് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജോയിൻ ചെയ്ത ഈ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇവിടെ പെർപെൻഡിക്കുലർ വരച്ചപ്പോ ഇവിടെ ആംഗിൾ എത്രയായി? ഇത് 90 ഡിഗ്രി ആയി, ഇവിടെയും 90 ഡിഗ്രി ആയി. ഇത് ടോട്ടൽ ഇത്രയും ആംഗിൾ 130 ഡിഗ്രി, അതിൽ ഇത്രയും 90 ഡിഗ്രി. അപ്പൊ ഈ ചെറിയ ആംഗിൾ എത്രയായിരിക്കും? 130 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി ഈക്വൽ ടു 40 ഡിഗ്രി. ഇത് ടോട്ടൽ 130 ഡിഗ്രി, ഇത്രയും ഭാഗം 90 ഡിഗ്രി. അപ്പൊ ഈ 130ന്ന് 90 മൈനസ് ചെയ്താൽ ഇത് 40 ഡിഗ്രി. ഇവിടെയും 90 ഡിഗ്രി. അപ്പൊ ഈ 90 ഡിഗ്രിയില് ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും പാർട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും 40 ഡിഗ്രി, ഇത്രയും 90 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയാ? 90 മൈനസ് 40 ഡിഗ്രി ഈക്വൽ ടു 50 ഡിഗ്രി. ഇത്രയും ആംഗിൾ 90 ഡിഗ്രി, ഇത്രയും 40 ഡിഗ്രി. അപ്പൊ 90 മൈനസ് 40 ഡിഗ്രി ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പൊ ഇത് എത്രയാ? 50 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് ഫിഗർ നോക്കുക. ഈ രണ്ട് ഫിഗറിലും ഒരു ലൈനിലെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു ലൈൻ വന്നിരുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ രണ്ട് ആംഗിളിന്റെയും സമ്മ നോക്കി നോക്കിയ 120 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഇവിടെ ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ 130 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈൻ വരയ്ക്കുമ്പോൾ അവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ രണ്ട് ആംഗിളിന്റെയും സമ്മ എന്താണ്? 180 ഡിഗ്രി. ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈൻ വരച്ച് രണ്ട് ആംഗിൾ ഫോം ചെയ്യണം. ആ രണ്ട് ആംഗിളിനെയും പറയുന്ന പേരാണ് എന്ത്? ലീനിയർ പെയർ. വേർഡിൽ നിന്ന് തന്നെ ലീനിയർ പെയർ എന്നുള്ള മീനിങ്. ലീനിയർ എന്ന് പറഞ്ഞാൽ ലൈനായിട്ട് കണക്ട് ചെയ്തത്, അതായത് ഒരു ലൈനിലുള്ള രണ്ട് ആംഗിൾ. പെയർ മീൻസ് 2. അപ്പൊ 2 angles. That means sum of angles in a linear pair is 180. അപ്പൊ രണ്ട് ആംഗിൾസ് ലീനിയർ പെയർ ആണെങ്കിൽ അതിന്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ പഠിച്ചതാണ്, ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ രണ്ട് ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിൾസിന്റെ പേരാണ് ലീനിയർ പെയർ. അതുകൊണ്ട് സം ഓഫ് ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആംഗിൾ എ സി ബി എന്ന് പറഞ്ഞ ലൈൻ, സി എന്ന പോയിന്റ് നിന്ന് രണ്ട് ലൈൻ പോയിന്റ് സി ഡി ആൻഡ് സി ഇ
ഈ ആംഗിൾ 50 ഡിഗ്രി, ഈ ആംഗിൾ 20 ഡിഗ്രി, 25 ഡിഗ്രി, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ മറ്റേ സൈഡിലുള്ള ടോട്ടൽ ആംഗിൾ ഇത്രയും കണ്ടുപിടിക്കണം. ഇത്രയും പാർട്ട് കിട്ടിയാൽ നമുക്ക് എന്തറിയാം, ഈ രണ്ട് ആംഗിളിന്റെയും സമ്മ് 180 ഡിഗ്രിയാണ്. ഇത്രയെന്ന് പറയുന്നത് എത്രയാ, ഈ ആംഗിൾ എത്രയാ, ആംഗിൾ ഇ സി ബി എന്ന് പറയുന്നത് എത്രയാണ്, ആംഗിൾ ഇ സി ബി ഈക്വൽ ടു ആംഗിൾ ഇ സി ബി ഈക്വൽ ടു ആംഗിൾ ഇ സി ഡി പ്ലസ് ആംഗിൾ ഡി സി ബി. ഇത് ആംഗിൾ ഇ സി ബി ഈക്വൽ ടു ആംഗിൾ ഇ സി ഡി പ്ലസ് ആംഗിൾ ഡി സി ബി. ആംഗിൾ ഇ സി ഡി എത്രയാ, 50 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി സി ബി 25 ഡിഗ്രി ഈക്വൽ ടു 75 ഡിഗ്രി. ആംഗിൾ എ സി ഇയും ആംഗിൾ ഇ സി ബി, ഫിഗറിൽ ശ്രദ്ധിക്കുക, ആംഗിൾ എ സി ഇയും ആംഗിൾ ഇ സി ബിയും ഒരു ലൈനിലുള്ള രണ്ട് ആംഗിൾസ് ആണ്. ഒരു ലൈനിലുള്ള രണ്ട് ആംഗിൾസ് ആണെങ്കിൽ അത് രണ്ടും ലീനിയർ പെയർ ആണ്. അതിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ ഇ സി ബി എന്ന് പറയുന്നത് ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 75 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ സി ഇ കാണാൻ എന്ത് ചെയ്താൽ മതി, 180 ഡിഗ്രി മൈനസ് 75 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 105 ഡിഗ്രി. എ സി ഇയും ഇ സി ബിയും ലീനിയർ പെയർ ആണ്. അപ്പോൾ 180 മൈനസ് ഈ ടോട്ടൽ ആംഗിൾ 75 ഡിഗ്രി, 105. നെക്സ്റ്റ് ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ രണ്ട് ലൈൻ ക്രോസ് ചെയ്ത് വരച്ചേക്കാണ്. ക്രോസ് ചെയ്ത് വരയ്ക്കുമ്പോൾ അവിടെ എത്ര ആംഗിൾ ഫോം ചെയ്യും, രണ്ട് ലൈൻ ക്രോസ് ചെയ്താൽ ഇവിടെ ഒരു ആംഗിള്, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. അതായത് രണ്ട് ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ 4 ആംഗിൾസ് ഫോം ചെയ്യും. ആ 4 ആംഗിൾസിലെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കും. നമ്മളിതിന് മുന്നേ പഠിച്ചത് എന്താ, ലീനിയർ പെയർ ആണെങ്കിൽ ആ രണ്ട് ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി ആവുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, മറ്റുള്ള ഈ 3 ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഇവിടെ ഏതെങ്കിലും ലീനിയർ പെയർ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഈ ലൈനിലെ ഈ പോയിന്റിൽ നിന്നാണ് ഈ ലൈൻ വരച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ആംഗിൾ ഉണ്ട്, ഈ രണ്ട് ആംഗിളും ലീനിയർ പെയർ ആണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ആണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 180 മൈനസ് 120 ഡിഗ്രി ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ അതിൽ 3 ആംഗിൾസിൽ ഒരു ആംഗിൾ കിട്ടി. നെക്സ്റ്റ് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ലൈൻ നോക്കി ഇങ്ങനെ ചെന്ന് നിന്നാലും അവിടെ ലീനിയർ പെയർ ഉണ്ടാവും, ഇങ്ങനെ ലീനിയർ പെയർ ഉണ്ടാവും. ഈ ലൈൻ കൺസിഡർ ചെയ്ത് ഈ ലൈനിലെ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ലൈൻ വരച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, ഒന്ന് ഈ ആംഗിളും ഈ ആംഗിളും. ഈ രണ്ട് ആംഗിളിന്റെ സമ്മ് എത്രയാ, 180 ഡിഗ്രി. ഇത് രണ്ട് ലീനിയർ പെയർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ആംഗിൾ 60 ആണ്. അപ്പൊ ഇത് എന്ത് കാണാൻ ചെയ്തു, 180 മൈനസ് 60 ഡിഗ്രി ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പൊ രണ്ട് ആംഗിൾ കിട്ടി. നെക്സ്റ്റ് ഈ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ പോയിന്റിൽ ഒരു ലൈൻ, ഈ രണ്ട് ആംഗിൾസും എന്താണ്, ലീനിയർ പെയർ ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിളിന്റെയും സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പൊ ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇത് കാണാൻ എന്ത് വേണം, 180 മൈനസ് 120 ഈക്വൽ ടു 60 ഡിഗ്രി. എല്ലാ ആംഗിളും ലീനിയർ പെയർ എന്നുള്ള ആ ഒരു കണ്ടീഷൻ വെച്ച് തന്നെ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ലൈൻ ക്രോസ് ചെയ്തപ്പോൾ 4 ആംഗിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ 4 ആംഗിൾസ് ഫോം ചെയ്തപ്പോൾ ഇത് 120 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 120 ഡിഗ്രി, 60 ഡിഗ്രി. ഈ 4 ആംഗിൾസ് ഫോം ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിൾസും അടുത്തടുത്ത ആംഗിളാണ്, ഈ രണ്ട് ആംഗിൾസും അടുത്തടുത്ത ആംഗിളാണ്. അപ്പൊ ഈ അടുത്തടുത്ത ആംഗിളിന്റെ ഒരു വേർഡ് ഉണ്ട്, നിയർ ബൈ ആംഗിൾസ്. ഈ രണ്ട് ആംഗിൾസും നിയർ ബൈ ആംഗിൾസ് ആണ്. അതിന്റെ സമ്മ് എത്രയാ, 120 പ്ലസ് 60 ഡിഗ്രി 180 ഡിഗ്രി. ഈ രണ്ട് ആംഗിൾസും നിയർ ബൈ ആംഗിൾസ് ആണ്. അതിന്റെ സമ്മ് 120 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി 180 ഡിഗ്രി. ഈ രണ്ട് ആംഗിൾസും നിയർ ബൈ ആംഗിൾസ് ആണ്. അതിന്റെയും സമ്മ് 180 ആണ്. അപ്പൊ 2 ലൈൻസ് ക്രോസ് ചെയ്യുമ്പോൾ 4 ആംഗിൾസ് ഫോം ചെയ്യുന്നു. അതിന്റെ സം ഓഫ് നിയർ ബൈ ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്കുക. ഈ ആംഗിൾ ഓപ്പോസിറ്റ് ആണ്, ഇത് 60 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് ഇത് രണ്ടും 120 ഡിഗ്രി. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ മെഷർ എത്രയാണ്, ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ മെഷർ രണ്ടും 120, അതായത് ഈക്വൽ ആണ്. അപ്പൊ രണ്ട് ലൈൻസ് ക്രോസ് ചെയ്യുമ്പോൾ 4 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ആ 4 ആംഗിൾസിലെ നിയർ ബൈ ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഏത് ലൈൻ വരച്ചാലും ഓപ്പോസിറ്റ് ആംഗിൾസ്
ഈക്വൽ ആണ്. ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. നിയർ ബൈ ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണ്. നെക്സ്റ്റ് ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഫിഗറിൽ 3 ലൈൻസ് ക്രോസ് ചെയ്തിട്ടുണ്ട്, രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. മറ്റുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. മറ്റുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. ആദ്യം ഫിഗർ തന്നാൽ അതിൽ ഏതെങ്കിലും ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടോ നോക്കുക. ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ ആംഗിൾ തന്നെ എഴുതിയാൽ മതി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ ഒരു 40 ഡിഗ്രി ഉണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണിത്. ക്രോസ് ചെയ്ത് സെയിം ലൈൻ ക്രോസ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ 40 ഡിഗ്രിയാണ്. ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ 60 ആണ്, ഇവിടെയും 60 ആണ്. അപ്പൊ 60 ഡിഗ്രി. അപ്പൊ രണ്ട് ആംഗിൾസ് കിട്ടും. ഇനി ഏതെങ്കിലും ഒരു ആംഗിൾസ് ലീനിയർ പെയർ ഉണ്ടോ നോക്കുക. ഈ ലൈൻ കൺസിഡർ ചെയ്യാം. ഈ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 60 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ ടോട്ടൽ ആയിട്ട് 180 - 60 120 കിട്ടി. ടോട്ടൽ ആംഗിൾ 120 ഡിഗ്രി. അതിന് ഈ ചെറുതുമായി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 120 - 40 that is equal to the 80 ഡിഗ്രി കിട്ടി. ഇത്രയും ആംഗിൾ 120 എന്ന് കിട്ടി. ഈ ആംഗിൾ കിട്ടാൻ 120 - 40 equal to 80 ഡിഗ്രി. ഇനി ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടോ നോക്കി. ഈ രണ്ട് ആംഗിളും ഓപ്പോസിറ്റ് ആംഗിൾ ആണ്, 80 ഡിഗ്രി. എല്ലാ ആംഗിൾസും കിട്ടി. ഫിഗർ നോക്കുക. ഫിഗറിൽ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്, 17 30. ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടോ നോക്കി. ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ ഈ രണ്ട് ലൈനിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ ഇതിന് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, therefore this is 30 ഡിഗ്രി. ഇനി ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇതൊരു ലീനിയർ പെയർ ആണ്. ഈ രണ്ട് ആംഗിളും ലീനിയർ പെയർ ആണ്. അപ്പൊ ഇത് എത്ര ആംഗിൾ? ഈ രണ്ടിന്റെ ടോട്ടൽ 180 ആണെന്ന് അറിയാം. അപ്പൊ 180 - 30 equal to 150 ഡിഗ്രി. നെക്സ്റ്റ് ഈ ആംഗിൾ കാണണം. ഈ ആംഗിൾ കാണണമെങ്കിൽ ഇതൊരു ലൈൻ ഇവിടെ നിന്നാണ്. ഈ രണ്ട് ആംഗിളും കൂടി എത്രയാ? 100 ആണ്. 70 + 30 100 ആണ്. അപ്പൊ ഇത്രയും പാർട്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് ചെയ്യുക. അപ്പൊ 180 - 100 equal to 80 ഡിഗ്രി. ഇപ്പൊ എല്ലാ ആംഗിൾസും ആഡിങ് ആംഗിൾസ് എന്നുള്ള ലെസൺ ഇവിടെ അവസാനിച്ചു. താങ്ക് യു.